വിജയശതമാനം ജില്ലയിൽ ഉൾപ്പെടെ വർദ്ധിച്ചതോടെ പ്ലസ് വണ്ണിന് അധിക സീറ്റുകൾ ആവശ്യമായി വന്നേക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഉൾപ്രദേശങ്ങളിലുള്ള സ്കൂളുകളിൽ പ്രവേശിക്കുന്നവർ കുറയുമ്പോൾ നഗരപ്രദേശങ്ങളിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുകയാണ്. ഇതോടെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടി വരാനാണ് സാധ്യത. സീറ്റുകളുടെ എണ്ണം, ബാച്ച് വേരിഫിക്കേഷൻ, ബാച്ചുകളുടെ ഡേറ്റ വേരിഫിക്കേഷൻ എന്നിവ പൂർത്തിയായ ശേഷം ജൂണോടെ പ്ലസ് വൺ പ്രവേശന നടപടികൾ ആരംഭിക്കും. ഹയർ സെക്കൻഡറി ഒരു ബാച്ചിൽ 50 വിദ്യാർത്ഥികളാണുള്ളത്. 25 വിദ്യാർത്ഥികൾ എത്തിയാൽ ഒരു ബാച്ച് ഉണ്ടാക്കാം. വിദ്യാർത്ഥികളുടെ എണ്ണം കൂടിയാൽ ഇത് ആദ്യഘട്ടത്തിൽ 10% വർദ്ധിപ്പിച്ച് 55 കുട്ടികളെ പഠിപ്പിക്കാം. വീണ്ടും ആവശ്യമായി വന്നാൽ 20% വർദ്ധിപ്പിച്ച് 60 വരെയാക്കാം. വീണ്ടും വിദ്യാർത്ഥികൾ എത്തിയാൽ സ്കൂളിന് താൽക്കാലിക ബാച്ച് അനുവദിക്കാറുണ്ട്. ജില്ലയിൽ 34 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 2790 സീറ്റുകളാണുള്ളത്. 34ലധികം കോഴ്സുകളും ലഭ്യമാണ്. ജില്ലയിൽ 14 സ്കൂളുകളിൽ ഒരു ബാച്ച് നടത്തുന്നതിന് ആവശ്യമായ വിദ്യാർത്ഥികൾ ഇല്ലാത്ത സാഹചര്യവും നിലവിലുണ്ട്. ഈ സ്കൂളുകളിൽ 18ൽ താഴെ വിദ്യാർത്ഥികൾ മാത്രമാണുള്ളത്. ബാച്ച് പുനഃക്രമീകരണം വരുമ്പോൾ ബാച്ചുകൾ ആവശ്യമുള്ള ജില്ലകളിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട്. ജില്ലയിൽ ഒരേ പേരിൽ ഒന്നിലേറെ സ്ഥലങ്ങൾ ഉള്ളതിനാൽ പലർക്കും സ്കൂൾ ഓപ്ഷൻ നൽകുന്നത് തെറ്റിപ്പോകാറുമുണ്ട്. ഇടപ്പള്ളിയിലും ചേരാനല്ലൂർ സ്കൂളിലും ഓപ്ഷൻ വയ്ക്കും. തൃപ്പൂണിത്തുറയിലും നോർത്ത് പറവൂരിലും പുതിയ ുണ്ട്. എന്നാൽ തൃപ്പൂണിത്തുറ പുതിയകാവിൽ സ്കൂളുകളില്ല. പലർക്കും ഇവ തമ്മിൽ മാറിപ്പോകാറുമുണ്ട്. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു നൽകാനായി വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കുമായി 14ന് എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഫോക്കസ് പോയിന്റ് പരിശീലന ക്ലാസുകൾ നടത്തും. അതേസമയം വിജയശതമാനം വർദ്ധിപ്പിക്കാൻ വാരിക്കോരി മാർക്ക് കൊടുത്തിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നുണ്ട്. പരീക്ഷ എഴുതിയതിന് തന്നെയാണ് മാർക്ക് നൽകുന്നതെന്നും അടുത്ത വർഷം മുതൽ SSLC പരീക്ഷാ രീതി മാറ്റുമെന്നും ശിവൻകുട്ടി പറഞ്ഞു. SSLC ഫലപ്രഖ്യാപനത്തിന് ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പരീക്ഷാ രീതി മാറ്റുന്നത് ചർച്ച ചെയ്യാൻ വിദ്യാഭ്യാസ കോൺക്ലേവ് നടത്തും. വിദ്യാഭ്യാസ കോൺക്ലേവിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി മാറ്റങ്ങൾ തീരുമാനിക്കാം. കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായുള്ള നടപടികളും സ്വീകരിക്കും. എഴുത്തു പരീക്ഷയ്ക്ക് മിനിമം മാർക്ക് ഏർപ്പെടുത്തും. ഓരോ വിഷയത്തിനും ജയിക്കാൻ കുറഞ്ഞത് 12 മാർക്കാണ് വേണ്ടിവരിക. ഫലപ്രഖ്യാപനം കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ SSLC മാർക്ക് ലിസ്റ്റ് കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യവും പരിശോധിക്കും. സർട്ടിഫിക്കറ്റ് വിതരണം അധികം വൈകാതെ തന്നെ പ്രഥമ അധ്യാപകരുടെ ലോഗിൻ മുഖേന ഓൺലൈനായി ലഭ്യമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ജൂൺ ആദ്യവാരം മുതൽ സർട്ടിഫിക്കറ്റ് നൽകും. ഈ മാസം 28 മുതൽ ജൂൺ 6 വരെയാണ് സേ പരീക്ഷയ്ക്ക് അപേക്ഷിക്കേണ്ടത്. പുനർമൂല്യനിർണ്ണയത്തിന് നാളെ മുതൽ 15 വരെ അപേക്ഷിക്കാമെന്ന് ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട്. പാലാ വിദ്യാഭ്യാസ ജില്ലയിലാണ് 100 മേനി വിജയമുള്ളത്. 892 സർക്കാർ സ്കൂളുകൾക്കാണ് 100% വിജയമുള്ളത്. ജൂൺ 24ന് പ്ലസ് വൺ ക്ലാസുകളും ആരംഭിക്കും. 4,33,231 പ്ലസ് വൺ സീറ്റുകളാണ് ഇപ്പോൾ ഉള്ളത്. ജൂലൈ 31ന് പ്രവേശന നടപടികൾ അവസാനിപ്പിക്കും. ഈ മാസം 16 മുതൽ പ്ലസ് വൺ പ്രവേശനത്തിന് അപേക്ഷിക്കാം. മെയ് 29നായിരിക്കും ട്രയൽ അലോട്ട്മെന്റ്. ആദ്യ അലോട്ട്മെന്റ് ജൂൺ 5നാണെന്നും മന്ത്രി അറിയിച്ചു. ഫലപ്രഖ്യാപനം നേരത്തെ നടത്തുന്നത് മൂലം പ്ലസ് വൺ ക്ലാസുകൾ നേരത്തെ തുടങ്ങാൻ സാധിക്കും. ഇതിനായുള്ള ഒരുക്കങ്ങളും പൂർത്തിയായതായി മന്ത്രി അറിയിച്ചിട്ടുണ്ട്. വിജയശതമാനം കൂടുന്നത് നിലവാര തകർച്ചയല്ലെന്നും ആക്ഷേപം ഉന്നയിച്ചവർക്കും തിരുത്തേണ്ടി വന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കൂടുതൽ വിജയശതമാനം വിദ്യാർത്ഥികളുടെ മിടുക്കുകൊണ്ട് മാത്രം ലഭിക്കുന്നതെന്നും ശിവൻകുട്ടി അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.